മകനെ മാപ്പ് എന്നേ എനിക്കും പറയാനുള്ളൂ. പക്ഷെ മകനോടല്ല മാപ്പ് പറയേണ്ടത്, നിശബ്ദമായ ഈ സമൂഹത്തിനോടാണ് മാപ്പ് പറയേണ്ടത്. 1.5 വയസ്സുള്ളൊരു കുട്ടിയെ 56 സ്ഥലങ്ങളിൽ ശരീരത്തിൽ സിഗരറ്റ് കൊണ്ടും അല്ലാതെയും പൊള്ളിച്ച് അതൊക്കെ അമ്മ കൂട്ടുനിന്ന് ഒരു രണ്ടാനച്ഛൻ ചെയ്ത ദുരന്തത്തിൻ്റെ കഥയാണ് 2 ദിവസമായി സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഡിജിറ്റൽ ചാനലുകളിലും യൂട്യൂബിലും മുഖ്യധാര ചാനലുകളിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വേദനാജനകമായ ഒരു വാർത്തയാണത്. ആ കുഞ്ഞിനെ 2 ദിവസം മുമ്പ്, ഇപ്പം കുഞ്ഞ് മരിച്ചുപോയി, ഇവിടെ ഇല്ല, ഇക ലോകവാസം വെടിഞ്ഞു, പരലോകത്തെത്തി. ആ കുഞ്ഞിനെ ഒരാഴ്ച മുമ്പ് 2 കൈയും തല്ലി ഒടിച്ചു പിതാവ്. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറഞ്ഞു സൈക്കിളിൽ നിന്ന് വീണെന്ന്. 1.5 വയസ്സുള്ള കുട്ടി എങ്ങനെയാണ് സൈക്കിൾ പഠിച്ചതെന്ന് ആശുപത്രിക്കാർ ചോദിച്ചോ? അല്ലെങ്കിൽ ആ കുട്ടി പഠിക്കുന്ന സൈക്കിൾ എന്ന് പറഞ്ഞാൽ എത്രയോ ചെറിയ സൈക്കിളായിരിക്കും, അത് വീണാൽ ഇത്ര മാരകമായി മുറിവുണ്ടാകുമോ? 2 കൈയും പൊട്ടിപ്പോകുന്ന നിലയിൽ ആ കുഞ്ഞിന് എങ്ങനെയാണ് മുറിവുണ്ടാകുന്നത്? ഇതൊന്നും ആശുപത്രിയും ചോദിച്ചില്ല. ഈ തല്ലിൻ്റെയും ബഹളത്തിൻ്റെയും ശബ്ദം കേട്ട നാട്ടുകാരിടപെട്ടില്ല. ഇയാളുടെ 2ാം ഭാര്യയാണ്, ഈ പ്രതി എന്ന് പറയുന്ന അഷ്കറിന്റെ 2ാം ഭാര്യയാണ്. 1ാം ഭാര്യയെ അടിച്ച് തല്ലി കോമ സ്റ്റേജിൽ ഇട്ടിരിക്കുകയാണ്. അവരുടെ വീട്ടുകാരോട് കേസ് കൊടുത്തു. നെടുമങ്ങാട് പോലീസ് മൈൻഡ് ചെയ്തില്ല. ഇയാൾക്ക് വണ്ടി ഓടി പോലീസിൻ്റെയും മറ്റേ നെടുമങ്ങാട് വാഹനം ഓടിക്കുന്ന ആളെന്നുള്ള നിലയിൽ പോലീസുമായിട്ടൊക്കെ ഉള്ള നല്ല ബന്ധത്തിൽ ഇദ്ദേഹത്തിന് വാഹനമൊക്കെ ഫ്രീ ആയിട്ട് ചിലപ്പോൾ ഓടിക്കൊടുത്തു കാണും. ബന്ധത്തിൽ അവരും മിണ്ടിയിട്ടില്ല. ഡ്രൈവിംഗ് പണിയുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു സാമൂഹ്യ വിഷയമാണ്. ഒരുപാട് ആളുകൾ പറയുന്നു, അയ്യോ ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് എനിക്ക് തന്നു. ആരും എടുക്കാനൊന്നും പോണില്ല. നിങ്ങൾ ശിശുക്ഷേമ സമിതിയിൽ പോകൂ. തിരുവനന്തപുരം തൈക്കാട് മോഡൽ സ്കൂളിൻ്റെ അടുത്തുള്ള ശിശുക്ഷേമ സമിതിയിൽ 100 കണക്കിന് കുട്ടികളുണ്ട് അവിടെ. ഈ തള്ളി മറിക്കുന്ന ആരെങ്കിലും കൊണ്ടുപോയി വളർത്തോ? തള്ളും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ, അയ്യോ മോനെ എന്നൊക്കെ. ഇതൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ ചെയ്ത അഷ്കറിന് എന്തായാലും വികാരം ഉണ്ടായിരുന്ന അയാൾ ചെയ്യത്തില്ലായിരുന്നു. മനുഷ്യ സ്നേഹത്തിൻ്റെയോ കാരുണ്യത്തിൻ്റെയോ കരുണയുടെയോ എന്തെങ്കിലും വായ്പ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവൻ ചെയ്യത്തില്ല. കാരണം ഒരു പ്രാവശ്യം ചെയ്യും, പിന്നെ ചെയ്യത്തില്ല, കുഞ്ഞല്ലേ എന്ന് വിചാരിച്ച്. മകൻ എന്നുള്ളത് പോട്ടെ, അവൻ്റെ 2ാമത്തെ ഭാര്യയുടെ മകൻ എന്നുള്ളൊരു കുഞ്ഞല്ലേ, വളരെ കൊച്ചുകുട്ടിയല്ല, 1.5 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ഇയാൾ ഇത് 56 പ്രാവശ്യം വേദനിപ്പിക്കുകയും കൈ തല്ലി ഒടിക്കുകയും ശരീരത്തിൽ തല്ലി ആ കുഞ്ഞിനെ കൊണ്ട് രക്തം ഛർദ്ദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരിലെ ക്രൂരനാണ് പ്രവർത്തിച്ചത്, അയാളല്ല പ്രവർത്തിച്ചത്. ആ ക്രൂരനായത് മദ്യമാണോ മയക്കുമരുന്നാണോ, എന്താണ് അയാളെ കൊണ്ട് ഈ പണി ചെയ്യിച്ചത്? അതും വളരെ പ്രധാനമാണെന്നേ. ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ലോട്ടറി വിൽക്കുന്ന തട്ടുകടയെന്ന് പറഞ്ഞ് തട്ടുകടയെ പൊളിച്ചു നോക്കുമ്പോൾ താഴേക്ക് തട്ടുകടയുടെ താഴെ വച്ചിരിക്കുന്ന അലമാരയിൽ 100 കണക്കിന് ലഹരിമരുന്ന് പാക്കറ്റാണെന്നേ കോർപ്പറേഷൻ പിടിച്ചത്. ഓപ്പറേഷൻ തുഫാനുമായി ചേർന്നുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത്. ഇത് ഒരു മെഡിക്കൽ കോളേജ് അല്ലല്ലോ, കേരളത്തിലാകമാനം വലിയ തോതിലല്ലേ നമ്മൾ മിൽമ പാലൊക്കെ കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ചന്തയിൽ മലക്കറിയൊക്കെ വാങ്ങാൻ പോലെ വ്യാപകമായിട്ടാണ് ലഹരി പദാർത്ഥം. വലിയ സേനയെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. വലിയ സേന ഉണ്ടാക്കണമെന്ന് മാത്രമല്ല, വലിയ പ്രചരണ പരിപാടികൾ നടത്തേണ്ടിയിരിക്കുന്നു. തായ്വേരിറക്കുന്ന പണി ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അഷ്കർമാർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. 1.5 വയസ്സുള്ള കുട്ടികൾ ഇനിയും മരിച്ചുകൊണ്ടേയിരിക്കും. ഇത് സമൂഹത്തിൻ്റെ ഒരു വലിയ പരിച്ഛേദമാണ്. ബാലാവകാശ കമ്മീഷൻ ഉണ്ട് ഇവിടെ. എനിക്ക് ബാലാവകാശ കമ്മീഷനോട് പറയാനുള്ളത്, നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പും പിന്നെ മൊബൈൽ ആപ്പും ഒക്കെ തയ്യാറാക്കണം. എന്നിട്ടിത് കുട്ടികളിലേക്ക് എത്തിക്കണം. സ്കൂളുകളിൽ അവർക്ക് ഒരു പരിധിക്കപ്പുറം പീഡനവും തല്ലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ മിസ് കാൾ അടിക്കട്ടെ. അവരെ പോയി നോക്കണം. ചിലപ്പോൾ കുഞ്ഞു കാര്യമായിരിക്കും, അമ്മ ഒരു പ്രാവശ്യം തല്ലുമ്പോഴോ അവർ ചെയ്യുമായിരിക്കും, അത് വേറെ കാര്യം. അതുകൊണ്ട് നിങ്ങൾ വോളണ്ടിയേഴ്സിനെ സജ്ജമാക്കണം. എത്രയോ ചെറുപ്പക്കാർ ഇവിടെ തൊഴിലില്ലാതെ നടക്കുന്നു. ചെറുപ്പക്കാരികൾ, അവരുടെ വോളണ്ടിയർ സേന ഉണ്ടാക്കണം. ബാലാവകാശമൊക്കെ സംരക്ഷിക്കാനുള്ള വോളണ്ടിയർ സേന ഉണ്ടാക്കണം. അവർ വീടുകൾ സന്ദർശിക്കണം. അങ്ങനെ ഒരു സംവിധാനം കൊണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ഈ ക്രൂരത പകുതി കുറയും. ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഉണ്ടായിട്ട് കാര്യമില്ല. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പണി നടക്കണം, വാർഡ് അടിസ്ഥാനത്തിൽ നടക്കണം. അപ്പോൾ ഒരു വാർഡിൽ ഒരു സംഭവം ഉണ്ടായാൽ ആ വീട്ടുകാർക്ക് അപ്പം തന്നെ പോലീസിനെ അറിയിക്കുന്ന പോലെ ചൈൽഡ് ലൈനിനെ അറിയിക്കാനുള്ള ഒരു ഫെസിലിറ്റി ചെയ്തു കൊടുക്കണം. മയക്കുമരുന്നുകൾ സമ്പൂർണ്ണമായി ഇല്ലാതാക്കണം. മദ്യത്തിൻ്റെ ഉപഭോഗത്തെ സംബന്ധിച്ച് വലിയ വ്യാപകമായ പ്രചരണം നടക്കണം. മദ്യവർജനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞിട്ട്
ബാറുകൾക്കും മദ്യഷാപ്പുകൾക്കും സമയം കൂട്ടിക്കൊടുത്ത് കൂടുതൽ തുറപ്പിക്കലല്ല ചെയ്യേണ്ടിയിരുന്നത്. വലിയ ദുരന്തമാണ് കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തു വച്ചിട്ട് പോയത്. വലിയ ദുരന്തമാണ് ഈ മേഖലയിലൊക്കെ. അതുകൊണ്ട് വളരെ കൃത്യമായ ആക്ഷൻ പ്ലാൻ ഈ ഗവൺമെന്റ് ഉണ്ടാക്കണം. ബഹുജനങ്ങളെ ഇറക്കി വിടണം ഇതിനകത്ത്. പബ്ലിക് ആക്ഷനിലൂടെ അല്ലാതെ സർക്കാർ പരിപാടികളിലൂടെ ഇത് പിടിക്കപ്പെടാൻ പോകുന്നില്ല. ഏതെങ്കിലും 10 സ്ഥാപനത്തിൽ പിടിച്ചാൽ ബാക്കിയുള്ള സ്ഥാപനക്കാർ, ബാക്കി കച്ചവടം ചെയ്യുന്നവർ അവർ രഹസ്യമായി ഒളിക്കും. പിന്നെ അവർ വേറെ രൂപത്തിൽ വരും. കാരണം ഇത് വലിയ സംഘമാണ്, കോടികളുടെ ബിസിനസ്സാണെന്നേ. ഒരു പൈസ ചെലവില്ല. സാധനം വാങ്ങിച്ചു വയ്ക്കുക, വിൽക്കുക, കാശ് മേടിക്കുക. ഒരു സിഗരറ്റിന് 10 രൂപയാണെങ്കിൽ ഇതിന് 100 രൂപ 200 രൂപയാണ്. വലിയ വിലയില്ലേ ഇതിന്? അപ്പോൾ അതുകൊണ്ട് മയക്കുമരുന്നിനെ പിടിക്കാനും മദ്യത്തെ പിടിക്കാനും സമൂഹത്തെ ഒന്നാകെ പിടിക്കാനും ഉള്ള റെസ്പോൺസീവ് സൊസൈറ്റി ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു പൗരബോധമുള്ള സമൂഹം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെ ഒരു പൗരബോധമുള്ള സിവിക് സെൻസ് ഉള്ള സമൂഹം ഉണ്ടാക്കുമ്പോൾ അതിനെ ജനങ്ങളെയാകെ പബ്ലിക് ആക്ഷനിലേക്ക് ഇറക്കി വിടാനുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ ഇത് നിയമത്തിൻ്റെ വഴിക്ക് ഒരു പരിധിവരെ നടക്കും. രണ്ടാമത്, ഈ കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാലാവകാശ കമ്മീഷൻ പോലെ തന്നെ വലിയ വലിയ പരിപാടികൾ വനിതാ ശിശുക്ഷേമ സമിതിയും വനിതാ ശിശുക്ഷേമ വകുപ്പുമൊക്കെ പ്ലാൻ ചെയ്യണം. അംഗനവാടികളെയും ആശാ വർക്കേഴ്സിനെയും സാക്ഷരതാ പ്രേരകന്മാരെന്ന് പറഞ്ഞ് ഓരോ പഞ്ചായത്ത് എടുത്താൽ കുറേയധികം ആളുകളുണ്ട്. അവരുടെ ഗ്രൂപ്പ് ഒന്നിച്ചുപ്പിക്കണം. ശിശുജാഗ്രതാ സമിതികൾ ഉണ്ടാക്കണം. ആ കുട്ടികളെയും കൊണ്ട് ആ കുട്ടികളുടെ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. വ്യാപകമായി കൗൺസിലിംഗ് നടക്കണം. വ്യാപകമായി ക്ലാസുകൾ നടക്കണം. അങ്ങനെ വിവിധങ്ങളായ നിയമത്തോടൊപ്പം തന്നെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അഷ്കർമാരുണ്ടാകാതിരിക്കാനുള്ള ഒരു സൊസൈറ്റിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. ഉണ്ടായാൽ നല്ല കേസെടുക്കുകയും വേണം, ശിക്ഷ കൊടുക്കുകയും വേണം. അത് രണ്ടും രണ്ട് വിഷയമാണ്. എന്തായാലും ഈ പെൺകുട്ടിയുടെ, ഈ മരിച്ചുപോയ 1.5 വയസ്സുകാരൻ്റെ അമ്മ അറിഞ്ഞില്ല, അമ്മൂമ്മ അറിഞ്ഞില്ല, നാട്ടുകാർ അറിഞ്ഞില്ല, ചികിത്സിച്ച ഡോക്ടർ അറിഞ്ഞില്ല, പോലീസ് പരാതി കൊടുത്ത പോലീസ് അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. ആ കുട്ടി ഈ ലോകത്ത് നിന്ന് പോയി വീണ്ടും ആ കുഞ്ഞിനോട് മാപ്പ് പറയുന്നു. ഇതാണ് കേരളം. ഈ കേരളമാണ് നവകേരളം എന്ന് പറഞ്ഞ് പിണറായി കൊണ്ടു നടന്നത്. ഇതിനെ പുതുയുഗ കേരളമാക്കുമ്പോൾ ഇതൊന്നുമില്ലാത്ത ഒരു കേരളമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് VD സതീശൻ അവർ നേരിടുന്ന വെല്ലുവിളി. ഇത് നേടിയാൽ ഒരുപക്ഷെ കേരളം താങ്കളോട് വല്ലാതെ കടപ്പെട്ടിരിക്കും.